ഗായ്സ്, ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇന്നത്തെ വീഡിയോ എന്താണെന്ന്. ഞാൻ പറയും ഇന്ന് എൻ്റെ വീട്ടിലുണ്ടായ നല്ല അടിപൊളി കോളിഫ്ലവർ വെച്ചൊരു ബജ്ജി ഉണ്ടാക്കണം. കൂട്ടത്തിൽ നമുക്ക് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിരിക്കണം ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. പണ്ട് അതിലെ കോളിഫ്ലവറിൻ്റെ ക്യാബേജിൻ്റെ സീസൺ ആയി കഴിഞ്ഞാൽ വീട്ടിലേക്ക് ആവശ്യമുള്ള കോളിഫ്ലവറും ക്യാബേജും ഞങ്ങൾ വീട്ടിൽ തന്നെയാണ് കൃഷി ചെയ്യുക. അതേപോലെ തന്നെ വീട്ടിലേക്ക് ആവശ്യമുള്ള തക്കാളി, വെണ്ടയ്ക്ക, കോവയ്ക്ക, അച്ചിങ്ങ, പീച്ചിങ്ങ ഇതൊക്കെ ഞങ്ങൾ വീട്ടിൽ തന്നെയാണ് കൃഷി ചെയ്യാറ്. ഇടയ്ക്കൊക്കെ ഈ പച്ചക്കറിയും കൊണ്ട് ഞാൻ എൻ്റെതായ രീതിയിൽ ഫുഡ് ഉണ്ടാക്കാറുണ്ട്. ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവില്ല. ചിലപ്പോൾ ഉപ്പ് കൂടും, ചിലപ്പോൾ ഉപ്പ് കുറയും, ചിലപ്പോൾ എരിവ് കൂടും, ചിലപ്പോൾ എരിവ് കുറയും. ഇതൊക്കെ ആദ്യമായിട്ട് ട്രൈ ചെയ്യണ ഒരാൾക്ക് പറഞ്ഞിട്ടുള്ളത് സംഭവം തന്നെയാണല്ലോ. ഇങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എന്തിനാ ഇവിടെ പറയണേന്നുള്ളത്. അത് അവസാനം പറയാം ഇതെന്തിനാ ഇവിടെ പറയണേന്നുള്ളത്. ഇപ്പം ഞാൻ എൻ്റെ കോളിഫ്ലവർ ബജ്ജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കൈ കിട്ടണ എല്ലാ മസാലയും ഞാൻ അതിലേക്ക് ഇടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന സാധനം എന്ന് പറയാത്തത്. നിങ്ങൾക്ക് കണ്ടതൊക്കെ നിങ്ങൾ വേണമെങ്കിൽ അതിലിട്ടോ. എൻ്റെ ഫസ്റ്റ് മിസ്റ്റേക്ക് ഇവിടെ നിന്നായിരുന്നു. സാധാരണ നമ്മൾ എല്ലാ പൊടികളും ഇട്ട് മിക്സ് ചെയ്തിട്ടാണല്ലോ കോളിഫ്ലവർ ഇടുക. പക്ഷെ ഞാൻ ആക്ച്വലി കോളിഫ്ലവർ ഇട്ട് കഴിഞ്ഞിട്ട് ഓർക്കണേ അയ്യോ മിക്സ് ചെയ്തില്ലായിരുന്നല്ലോ എന്ന്. പിന്നെ ആ കോളിഫ്ലവർ ഇട്ട് ഞാൻ അതൊന്ന് മിക്സ് ചെയ്തു. ഞാൻ കോളിഫ്ലവർ ഓയിലിട്ട് ഫ്രൈ ചെയ്ത് സത്യം പറയാലോ ഒരു കാശിന് കൊള്ളിലായിരുന്നു. ഉപ്പ് കുറഞ്ഞു കരിഞ്ഞും പോയി ശുഭം.